ചോദ്യം ചോദിക്കട്ടെ. ഒരു മനുഷ്യൻ ഒരു മുറിക്കകത്ത് പെട്ട് കിടക്കുക. അയാൾക്ക് നല്ലോണം വിശപ്പുണ്ട്. അയാൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? ഇവിടെ കലണ്ടറും ഉണ്ട്. ആ കലണ്ടർ മാത്രമേ ഉള്ളൂ. കൈ കൊണ്ട്. കൈ കൊണ്ടൊന്നും അല്ല. പാസ്സാണെങ്കിൽ എനിക്ക് അതിനകത്ത് ഡേയ്സ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ. ഒരു ദിവസം വെയിലും ഉറുമ്പും കൂടെ അടികൂടി. അതിൽ ഉറുമ്പ് ജയിച്ചു. എങ്ങനെ? എങ്ങനെ? ആലോചിക്കേ. ഇച്ചിരി നേരം കൊടുക്ക അച്ഛന്. പെണ്ണുങ്ങളൊക്കെ പാർക്കിലൊക്കെ പോകുമ്പോ ഒരു സാധനം ഇല്ലേ, ഗേൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന, വിമൻസ് യൂസ് ചെയ്യുന്ന സാധനം. അതാണ് ക്ലൂ. അറിയാവോ? സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. കണ്ടാൽ വടി പോലെ ഇരിക്കും, കഴിച്ചാൽ മധുരവും. അച്ഛക്ക് ഒരു പോയിന്റ്. 2 പോയിന്റ്. സൺസ്ക്രീൻ പറഞ്ഞു. സൺസ്ക്രീൻ പറഞ്ഞു. അല്ല, ആദ്യമത്തെ അച്ഛൻ തോറ്റു. അതെ അതെ, അച്ഛക്ക് 2 പോയിന്റ്. അടുത്തത്, കാട്ടില് കൊറേ മൃഗങ്ങളുണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയൊരു മൃഗം ഉണ്ടായിരുന്നു. ഏത്? ജിറാഫോ? പിന്നെ തെറ്റ്. ഏറ്റവും വലിയൊരാളുണ്ട് കാട്ടില്. അതാരാ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറഞ്ഞ എനിക്കും മനസ്സിലായില്ല. കാട്ടില് കൊറേ മൃഗങ്ങളുണ്ട്, നമുക്ക് അറിയാവുന്ന. പിന്നെ അതൊക്കെ ആനിമൽസ് ഒക്കെ ഉണ്ട്. അതിന്ന് കാട്ടിലെ ഏറ്റവും വലിയൊരു മൃഗത്തിന്റെ പേരാ. ഏറ്റവും വലിയ ഇതിനെക്കാട്ടിലും ഒക്കെ വലിയൊരു മൃഗമുണ്ട്. ആരാ? അതിന്റെ കഴുത്ത് മാത്രമാ നീണ്ടിരിക്കുന്നേ, കാലല്ലേ താഴെ കാണാൻ പറ്റുന്നേ. തെറ്റ്. പാസ്സാണോ? അത് ജിറാഫല്ലേ, കഴുത്ത് നീണ്ടിരിക്കുന്നത്. എന്താ ബുദ്ധി? പാസ്സാണോ? രണ്ടുപേരും പാസ്സാ. ഞങ്ങള് പാസ്സാ. ഓക്കെ, പറയട്ടെ. പാസ്സാണോ ചേട്ടൻ? പാസ്സാ. കാട്ടിലെ രാജാവായ സിംഹം. ഏറ്റവും വലിയ സിംഹം. കാട്ടിലെ രാജാവിനെ ഉദ്ദേശിച്ചപ്പോ നിങ്ങള് ജിറാഫ്, ആന, ഹിപ്പോപ്പൊട്ടാമസ്. ക്വസ്റ്റ്യൻ. അച്ഛനിപ്പം ഒരു മുറിക്കകത്ത് പെട്ട് കിടക്കുക. അതിനകത്ത് അച്ഛൻ കഴിക്കാനുള്ള എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ അച്ഛൻ്റെ ലൈറ്റ് മാത്രമില്ല. അച്ഛൻ എങ്ങനെ അച്ഛൻ ആവശ്യപ്പെട്ട സാധനങ്ങൾ എടുക്കും? ടോർച്ച്. അച്ഛൻ്റെ ഈ ടോർച്ചും ഇല്ല, ഫോണും ഇല്ല, ഒന്നുമില്ല. അച്ഛനെല്ലാം വീട്ടിൽ വെച്ച് മറന്നുപോയി. അന്നേരം ആരാണ്ടോ റൂം ലോക്കാക്കി. അന്നേരം അച്ഛൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങി? പുറത്തേക്കല്ല, റൂമിലല്ലേ അതുള്ളത്. ഒന്നാമത് പകലും കൂടെ. അന്നേരം പാസ്സാണോ? ഇല്ല, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അച്ഛൻ ഒരു മുറിക്കകത്ത് കേറിയപ്പം ഒരാള് ലോക്ക് ചെയ്തു. അച്ഛനക്ക് വേണ്ടപ്പെട്ട എല്ലാ സാധനവും ഇവിടെയുണ്ട്. ഫോണും ടോർച്ചും ഒന്നുമില്ല. അച്ഛൻ എങ്ങനെ വെളിച്ചു പിടിച്ച് അച്ഛൻ ആവശ്യപ്പെട്ട സാധനം എടുക്കും? സ്വിച്ച് ഇട്ട്. ബൾബ് പോലും ഇല്ല, എന്നാലാണ് സ്വിച്ച് ഇടുന്നേ. അതെന്നാ കോൺട്രാക്ടറാ? ഒരു സാധനവും ഇല്ല, ആകെ ഫുഡ് മാത്രമേ ഉള്ളു അച്ഛൻ്റെ കയ്യില്. ഒന്നാമത് പകലും കൂടിയാ. ആ കർട്ടൻ അങ്ങോട്ട് അഴിച്ചു മാറ്റിയാ പോരെ. അടുത്ത ചോദ്യം. അതെ, പകലാണെന്ന് പറഞ്ഞില്ലായിരുന്നു. പകലാന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾക്ക് നിന്റെ അത്രയൊന്നും ബുദ്ധിയില്ല. ഞങ്ങൾ 90s കിഡ്സാ.
ഞങ്ങളുടെ കല്യാണോ ഉം. 2017. ആ 2017 നിങ്ങൾ കല്യാണം കഴിച്ചു. കുറേ മാസം കഴിഞ്ഞപ്പം ജനുവരിയില് ആദ്യമേ ഒരു കുട്ടി ജനിച്ചു. അതാണ് ആ ഇരുന്ന് വർത്താനം പറയുന്നത്. അടുത്തത് അതിലെ കൂടെ ഓടി ഏപ്രിലില് ഒരു കുട്ടി ജനിച്ചു. അതെ നേരവേ ഒരു കാര്യമുണ്ട്. ഇതിലൊക്കെയുള്ള ആൻസർ എന്ത് ചെയ്യും? പാസ്സാണെങ്കിൽ എനിക്ക് എന്റെ കൈ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെയുള്ള ആൻസർ എന്ത് ചെയ്യുന്നു? പാസ്സാണോ? 2 ഉം 2 എത്ര? 4. നേരെ 4 കുട്ടികൾ വേണം നിങ്ങക്ക് ടോട്ടല്. സോറി, ഞങ്ങൾ 2 കൊണ്ട് നിർത്തി. ഇങ്ങനെ 1 ഞാൻ ജനിച്ചു, 1 ഇവനും ജനിച്ചു. 1 എത്ര? 2. 2 കുട്ടികളായി ഞാനും വിഷ്ണു. 2 ഉം 2 എത്രയായി? 4. 4 കുട്ടികൾ വേണം. എനിക്ക് കൊറേ അനിയന്മാരെ അനിയത്തിമാരെ ഒക്കെ ഉണ്ടാക്കി ഒരെണ്ണത്തിനെ പോലെ ഒക്കെ നോക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇനി ഒരു 10 കൂടെ.